ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ കൊല്ലം യാത്രയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനും ഇക്കായും കൂടെ ആക്റ്റീവിലാണ് കൊല്ലത്ത് പോയത്. ചുമ്മാ ഒരു കൊതി ആക്റ്റീവിൽ അങ്ങനെ പോവാൻ. എപ്പോഴും സാധാരണ നമ്മൾ കാറിലോ അല്ലെങ്കിൽ ബസ് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ, 14 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് 2 വീലറിൽ യാത്ര ചെയ്യുന്നത്. ബൈക്കിലാവുമ്പോൾ ഇക്ക മാത്രമല്ലേ ഓടിക്കാൻ പറ്റൂ. അപ്പോൾ ആക്റ്റീവ് ആകുമ്പോൾ ഞാനും ഇക്കായും കൂടെ മാറിയും തിരിഞ്ഞും ഓടിക്കാമല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഇളയ മോളും കൂടെ ഉണ്ട് കേട്ടോ കൂടെ. പിന്നെ വീഡിയോ ഇടാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. ലോങ് വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല. അത് നെറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തൃശ്ശൂർ ടോൾ പ്ലാസയുടെ മുമ്പായിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് എന്നിട്ടാണ് അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം ഉറങ്ങിയ ആൾ ഇവിടെ എത്തിയപ്പം വെട്ടമൊക്കെ കണ്ടുകൊണ്ട് കണ്ണ് തുറന്നേ. അപ്പോൾ യാത്രക്കിടയിൽ ഒരു ചായ കൂടിയാണ്. ഞാനൊരു കാപ്പി മേടിച്ച് കുടിച്ച്, ഇക്ക ചായയും മോക്കൊരു പാലും വെള്ളവും ഒരു കേക്കും മേടിച്ച് കൊടുത്തായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. എല്ലായ്പ്പോഴും രാത്രിയിലാണ് കേട്ടോ യാത്ര. അപ്പോൾ പകൽ പോകാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് രാത്രി തന്നെ പോവാം, പകൽ പോയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്കായിരിക്കും, റോഡ് പണിയൊക്കെ നടക്കുമല്ലേ, അപ്പോൾ വഴിയിലൊക്കെ നല്ല ട്രാഫിക് ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് രാത്രി തന്നെ പോവാടി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് രാത്രി ഇറങ്ങിയത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട് കേട്ടോ, പിന്നെ അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ചില സമയത്തേ പറയുന്നതൊക്കെ വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോവും. അങ്ങനെ തോന്നുമ്പോഴാണ് ഞാൻ അതെല്ലാം മാറ്റുന്നത്. ഇനി അടുത്തതായിട്ട് എൻ്റെ ഊഴമാണ് ഗൈസ്. ഇതാ കുറ്റിയും പറിച്ചുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും വിചാരിക്കല്ലേ. അതെൻ്റെ പ്രശ്നമല്ലെന്നേ, റോഡ് മൊത്തം കട്ടറാട്ടോ. ഇപ്പം എന്തായി, അന്ന് ഞാൻ വണ്ടി പഠിക്കാൻ പറഞ്ഞപ്പോൾ ഇക്കാക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം പഠിച്ചുകൊണ്ടല്ലേ മാറിയും തിരിഞ്ഞൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റിയത്. ഇപ്പം എല്ലാം എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് പോകുന്നത്. ഇക്കായ ഒരു കാരണത്തിനും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ട് പോയി ചെയ്യും. ഇക്ക കല്യാണം കഴിഞ്ഞ് ഒരു 3 വർഷമായപ്പം ഇക്ക ഗൾഫിൽ പോയി. അന്ന് തൊട്ട് ഞങ്ങൾ നടന്നും ഓട്ടോ വിളിച്ചും ബസ്സിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയി മടുത്തപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് കേട്ടോ. എന്ന് വെച്ചാൽ അത് അത്യാവശ്യമാണെന്ന് തോന്നി. എല്ലാ ലേഡീസും വണ്ടി പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. വല്ലോടം കൊണ്ട് വെച്ച് ഇടിക്കാനൊന്നുമല്ല, അവനവൻ്റെ ആവശ്യങ്ങൾക്ക് പോവാനും വരാനും എല്ലാം സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഈ റോഡ് പണി തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് പറഞ്ഞോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അപ്പോഴൊക്കെ ഈ റോഡ് പണി, അതായത് തൃശ്ശൂർ നമ്മുടെ പാലക്കാട് ഭാഗത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അവിടെയൊക്കെ ഒരുവിധം പണി തീർന്നപ്പോഴത്തേന് താണ്ടെ അടുത്തത് ആലപ്പുഴ, കൊല്ലം, എറണാകുളം അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പൊടിയായിരുന്നു റോട്ടിൽ മൊത്തം. കണ്ണ് വെള്ളത്തിനകത്ത് മുക്കി വെച്ച് കഴുകാനുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എറണാകുളത്ത് എയർപോർട്ടിൻ്റെ അടുത്തായിട്ടുള്ള ആ ഭാഗത്താണ് ഞങ്ങൾ അടുത്തത് ഇറങ്ങിയത്. അപ്പോൾ ഇടയ്ക്കൂടെ ഇങ്ങനെ ഇറങ്ങിയാണ് യാത്ര ചെയ്യുന്നത്. അല്ലാതെ ഒറ്റ ഇരുത്തത്തിൽ പോകാൻ പറ്റത്തില്ലല്ലോ, നടുവെല്ലാം പൊട്ടിപ്പിളർന്നു പോകും. അപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങുന്നതും അവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എറണാകുളത്ത് വീണ്ടും ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോഴേ അതുകൊണ്ട് നമ്മുടെ ബോർഡ് കണ്ടു കേട്ടോ. അങ്ങനെ നോക്കാനായിട്ട് വന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം ബോർഡ്. അപ്പോൾ നമ്മുടെ ബോർഡ് ഐറ്റംസ് മൊത്തം എല്ലായിടത്തും ബോർഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബോർഡ് ഐറ്റംസ് കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യുമ്പോഴേ പകൽ വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഇക്ക എന്തോ ചെയ്യും, കൊണ്ടുവരത്തില്ല. ഇക്ക രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത്, ഇക്കാക്ക് അങ്ങനെ ഒരു ശീലമായിപ്പോയി. നമ്മളാണെങ്കിൽ വണ്ടി കയറിയിരുന്ന അലാക്കിൽ ഉറക്കം അങ്ങ് ഉറങ്ങും. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഉറങ്ങാതെ, ഈ ബൈക്കിനകത്തായതുകൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഇടയ്ക്കൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്, സെമിറ ഉറങ്ങിയോ, ഡീ ഉറങ്ങല്ലേടി, കൊച്ചിന് നല്ലോണം പിടിച്ചോണേ. പിന്നെ ഇടയ്ക്കൂടെ ആണെങ്കിൽ റോഡ് പണിൻ്റെ ഏരിയ വരുമ്പം മൊത്തവും പൊടിയായിരിക്കും, വലിയ വണ്ടികളും. അപ്പോൾ ഈ കണ്ണിലെല്ലാം പൊടി വീഴും. നമ്മൾ വണ്ടിയൊക്കെ പഠിച്ചിറങ്ങുന്നവരെ കൈ തെളിയാൻ ഒരു ലോങ് ട്രിപ്പ് ഏറ്റവും നല്ലതാണ് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ആക്റ്റീവൊക്കെ ഞാൻ ഇപ്പോൾ ഓടിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം, ഏകദേശം 10 വർഷമായി. പിന്നെ കാറ് കൂടെ പഠിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ. അപ്പോൾ ആദ്യമായിട്ട് കാറ് ഓടിച്ച് കൈ തെളിയുന്നത് ഈ എറണാകുളത്ത് വെച്ചാട്ടോ. ആലപ്പുഴ തൊട്ട് തൃശ്ശൂർ വരെ ഞാൻ വണ്ടി ഓടിച്ച്. എനിക്ക് തന്നെ അത്ഭുതമാണ്. അന്ന് മൊത്തം എൻ്റെ കൈ കഴപ്പും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ കാർ ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പോൾ അത്ഭുതമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്.
പോകാൻ നേരത്ത് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു, ഇടയ്ക്കൂടെ ചെറുതായിട്ടൊന്ന് മഴ പൊടിച്ചായിരുന്നു. അന്നേരം ഞങ്ങൾ കോട്ടും എല്ലാം ആയിട്ട് സെറ്റപ്പായിട്ടാട്ടോ പോയത്. അപ്പോൾ കുഞ്ഞിനും ഞങ്ങളൊക്കെ കോട്ടിട്ട് പിന്നെ വണ്ടി എടുത്ത സമയത്ത് പിന്നെ മഴയൊന്നും പെയ്തില്ല. എന്തായാലും കൊല്ലം എത്തുന്നവരെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അടുത്തത് കരുനാഗപ്പള്ളിയിലാണ്. നമ്മുടെ കരുനാഗപ്പള്ളിയിൽ സുറുമയുടെ ഫ്രണ്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഉറക്കമൊഴിഞ്ഞുകൊണ്ടേ കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല, കണ്ണ് പുളിക്കുന്നൊരവസ്ഥയാണ് വെട്ടം വന്നപ്പം. അങ്ങനെ ആദ്യമായിട്ട് ഒരു രാത്രി മൊത്തം ഉറങ്ങാതിരുന്നു ഗൈസ്. സത്യമായിട്ട് ഞാൻ പറയാണ്, ഞാനല്ലാതെ വരുമ്പോഴെല്ലാം ഉറങ്ങും. കഷ്ടം, ഇക്കാക്ക് കൂട്ടിരിക്കത്തത് പോലുമില്ല. വണ്ടിക്കകത്ത് കയറാനിരിക്കുമോ ഉറങ്ങാൻ, കാറിനകത്ത് കയറി ഇരുന്നാൽ ഉറക്കാം. ട്രെയിനിൽ പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങൾ വരാറില്ല. പിന്നെ ബസ് ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്, അതിനകത്ത് കയറിയിരുന്നാലും ഉറങ്ങും. ഇക്ക പറയും, നീ എങ്ങനെയാടി ഉറങ്ങുന്നത്, നിന്നെ എവിടെ കൊണ്ടിട്ടാലും നീ ഉറങ്ങുമല്ലേ എന്ന്. അങ്ങനെയുണ്ട് കുറേ ആളുകൾ. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഉറക്കം കഴിഞ്ഞാൽ എനിക്ക് BP കുറയും, അന്നേരം തല ഇറങ്ങി എവിടെയെങ്കിലും വീഴും. അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കും. അങ്ങനെ അവസാനം ഞങ്ങൾ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇക്കാൻ്റെ പഴമയുടെ ഓർമ്മകളാണ് ഇക്ക പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പറയണ്ട, പാലക്കാട് വന്ന ശേഷം ഭക്ഷണങ്ങളൊന്നും ശരിയാവുന്നില്ല എന്ന് ഭയങ്കര പരാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഫുഡും കൊല്ലത്തെ ഫുഡും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. കായലും കടലും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള കടൽ മീൻ കിട്ടത്തില്ല, പക്ഷേ ഡാം, പുഴമീൻ അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ കൊല്ലത്തെ ഭക്ഷണം കഴിച്ചിട്ട് ആളുടെ ആ പാവ വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇക്ക പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം കേട്ടോ. ഇക്കാൻ്റെ മുഖത്ത് സന്തോഷം നോക്ക്. കൊല്ലത്ത് ആഹാരം കഴിച്ച് എത്ര നാളെയാണ് നിങ്ങളൊക്കെ നാട്ടിൽ ആഹാരം. വലിയ നല്ല ആഹാരം കഴിക്കും. നല്ല ആഹാരം കഴിക്കണമെങ്കിൽ കൊല്ലത്ത് വരണം അല്ലേ. സൂപ്പർ ഗ്രേവി, സൂപ്പർ പൊറോട്ട. അവിടുത്തെ പൊറോട്ട, അവിടുന്ന് ഒരു പൊറോട്ട മേടിക്കാം. ഇവിടെ എന്താ വേണം, നമുക്ക് പൊറോട്ട വേണം. ഇക്കാൻ്റെ നാട്ടിലെ പൊറോട്ടയും ബീഫ് ഫ്രൈയും കഴിച്ചപ്പോൾ ഇക്കാൻ്റെ മുഖത്ത് സന്തോഷം കണ്ട. അപ്പോൾ കുഞ്ഞിൻ്റെ തലയൊക്കെ ഇരിക്കുന്നതൊക്കെ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി, ഞങ്ങളുടെ റൂമെത്തി. ഇനി കഥം ഞങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നു ഗൈസ്. അപ്പോൾ കാപ്പി കുടിച്ചിട്ട് വന്നുകൊണ്ട് നേരെ വന്ന് കിടന്നുറങ്ങി. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഉമ്മയെ കാണാൻ വന്നു, പെരുന്നാൾ കൂടി, ഒന്ന് ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങി, അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ റിട്ടേൺ വരുന്ന വീഡിയോ ആണിത്. റിട്ടേണിലും ഇറങ്ങിയാണ് വന്നത്. ഒരുപാടൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ പിടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പറയുമായിരുന്നേ, എങ്ങനെയെങ്കിലും ഇങ്ങോട്ടെത്തി, ഇനി തിരിച്ച് അങ്ങോട്ടും കൂടെ എത്തണ്ടേ. പോയിട്ട് വന്നപ്പോഴേ ഇക്ക പറയാണ്, ഇനി നമുക്കൊന്നുകൂടെ പോകണമെന്ന്. ഞാൻ പറയാം, എൻ്റെ പൊന്നിക്ക ഇനി ഞാൻ വരത്തില്ലേ ബൈക്കിൽ, അല്ലാതെ എങ്ങാനും പോകാനെങ്കിൽ ഞാൻ വരുത്തുള്ളൂ. പിന്നെ ട്രാഫിക്കിൽ മാത്രം കിട്ടുന്നൊരു സുഖം, എല്ലാവരെയും കടത്തി വെട്ടി ഇടയ്ക്കൂടെ കുത്തിത്തിരികെ അങ്ങ് പോവാം. വരാൻ നേരത്ത് പണി കിട്ടി ഗൈസ്. ആലുവ എത്തിയപ്പം നല്ല മഴയായിരുന്നു. ഞാനും എൻ്റെ കുഞ്ഞും കോഴി വെള്ളത്തിൽ പെട്ടണക്കായിപ്പോയി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. മഴ നനഞ്ഞ് വണ്ടി ഓട്ടിക്കാൻ നേരത്തും വണ്ടിയിൽ ബാക്കിലിരുന്നപ്പോഴാണെങ്കിലും ഡ്രസ്സൊക്കെ നനഞ്ഞപ്പോഴേ ഭയങ്കര തണുപ്പും വിറയലുമായിരുന്നു. എനിക്കാണെങ്കിൽ തണുപ്പ് അടുത്തുകൂടെ പോയാൽ കിടുങ്ങലാണ്. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തൃശ്ശൂർ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. മോള് നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് എവിടെയും ഫുഡ് കഴിക്കാനൊന്നും ഇറങ്ങിയില്ല, നേരെ വിട്ടങ്ങ് പോന്ന്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ, കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ചിലവാക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് വീടെത്താനുള്ള വെപ്രാളമായിരുന്നു കേട്ടോ. അപ്പോൾ വെളുപ്പിനെ 3 മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് വീടെത്തിയത്. അപ്പോൾ കാറിൽ വരുവാണെങ്കിൽ ഒരു 6-7 മണിക്കൂറിനകത്ത് വെച്ചാവും, ചിലപ്പോൾ അതിൽ നേരത്തെ എത്തും കേട്ടോ. നമ്മൾ ഓടിക്കുന്ന കണക്കും റോഡിൻ്റെ ഗതി കണക്കും ഇരിക്കും. പിന്നെ അത് കണക്ക് ബൈക്കിൽ 10 മണിക്കൂർ യാത്രയ്ക്ക് സമയം എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.